പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്താ പോരെ ചേച്ചി? അതങ്ങനെ പറഞ്ഞാ തീരുന്നൊന്നുമല്ല. ദയ അർഹിക്കാത്ത ശത്രുക്കളോട് പ്രതികാരം വീട്ടിയേ പറ്റൂ. എന്നുവെച്ചാ നീ ഇതുപോലെ കുറച്ചു നാളും കൂടി പവിത്രയായിട്ടൊന്ന് അഭിനയിക്കണോന്ന്. ചേച്ചി അതൊക്കെ എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് നിറവേറ്റി കഴിഞ്ഞാലുടനെ നിന്നെ ഞാൻ ഇതിൽ നിന്ന് മോചിപ്പിക്കാം. ചേച്ചി, ഒരു പ്രാവശ്യം ഞാൻ ചേച്ചി പറഞ്ഞത് കേട്ടത് എന്റെ ഗതികേടുകൊണ്ടാ. ഇനി എന്നോടങ്ങനെ പറയരുത്. പറയും. നീയേ ഇത് ചെയ്തേ പറ്റൂ. ചേച്ചി, ഇത് വലിയ റിസ്കാ. എന്ത് റിസ്ക് ആയാലും നീ അത് ഏറ്റെടുത്തേ പറ്റൂ. എനിക്കേ അത് ചെയ്തു തരാനുള്ള ബാധ്യത നിനക്കുണ്ട്. അതൊന്നും നീ മറന്നു കളയരുത്. ഇപ്പൊ നീ തൽക്കാലം പൊയ്ക്കോ. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ദേ, പിന്നെ വിളിക്കുമ്പോ വന്നിരിക്കണം. ഇല്ലെങ്കിൽ അംബികാവർമ്മയെ നിനക്ക് അറിയാലോ. ഇപ്പൊ നിങ്ങൾ സ്കോർ ചെയ്തോ? പക്ഷെ നിങ്ങളുടെ ഈ സന്തോഷത്തിന് വലിയ ആയുസില്ല. ഉണ്ടാവോടി. എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്കെതിരെ വെല്ലുവിളിക്കുന്നതേ ചില ആയുധങ്ങൾ കയ്യിലിരിക്കുന്നതുകൊണ്ടാ. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നതും ഈ ഒരു മാരകായുധം കയ്യിൽ വച്ചുകൊണ്ട് തന്നെയാ. നിങ്ങൾ വെല്ലുവിളി തുടർന്നോ? ഇതെവിടെ വരെ പോകുന്നു നമുക്ക് കാണാലോ. ഒന്നും കാണാനില്ലടി. നിന്നെയൊക്കെ ഞാൻ പൂട്ടിക്കെട്ടി ഒരു മൂലയിലിരുത്തും. ഇപ്പൊ ഞാൻ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന ഈ മാരകായുധം ഉണ്ടല്ലോ, സിസ്റ്റർ പവിത്ര, അത് ഞാനായിട്ട് കൊണ്ടുവന്നേന്നും അല്ല. നിങ്ങൾ തന്നെ എടുത്ത് എന്റെ കയ്യിലേക്ക് വച്ചു തന്നതാ. പത്മയെ വച്ചിട്ടുള്ള ഈ ആൾമാറാട്ട കളിയെ അന്ന് ഞാൻ അറിഞ്ഞിട്ടും പ്രതികരിക്കാതെ തോറ്റുനിന്നു. അതാടി ദൈവം. ഒരവസരം വന്നപ്പോ ദൈവം ആ ആയുധം എടുത്തെന്റെ കയ്യിലേക്ക് തന്നു. ഇനി ഞാനാടി ഈ വീട് ഭരിക്കുന്നേ. നീയൊക്കെ അനുസരിച്ച് നിന്നോണം. ഋതു, ഇതൊരു കൈവിട്ട കളിയാ. കാര്യങ്ങള് വലിയ പ്രശ്നത്തിലേക്കാ പോകുന്നത്. ഞാനും അത് തന്നെ രാജു ആലോചിക്കുന്നത്. അമ്പിലങ്ങ് സ്കോർ ചെയ്യോ? അവരിപ്പോ പവിത്ര എന്ന കാർഡ് ഇറക്കിയ കളി. നമുക്ക് ആ പവിത്രയായിട്ട് വേഷം മാറി വന്ന സ്ത്രീയെ ഒന്ന് ഭീഷണിപ്പെടുത്തിയാലോ? ചീറ്റിംഗ് കേസ് കൊടുക്കുമെന്നൊക്കെ പറയാം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്താലോ? ഇതിനിടയ്ക്ക് ഞാൻ ഇതൊക്കെ ആലോചിച്ചതാ. നമ്മൾ ഭീഷണിപ്പെടുത്തിയ ഉറപ്പായിട്ടും അവരത് അംബികയോട് പറയും. അപ്പോഴും വലിയ ആയുധം അംബികയുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ശരിക്കും സാറിന് ചീറ്റ് ചെയ്തത് നമ്മളല്ലേ? അമ്മയെ പവിത്ര എന്ന പേരിൽ കൊണ്ടുവന്ന് വർമ്മ സാറിനെ നമ്മൾ പറ്റിച്ചില്ലേ? അത് അച്ഛന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആയിരുന്നില്ലേ രാജു? ഉപേക്ഷിച്ച് കളഞ്ഞ ഭാര്യയെ കൊണ്ടുവന്ന് തന്റെ ജീവൻ രക്ഷിക്കേണ്ടായിരുന്നു എന്ന് വർമ്മ സാറ് പറയും. പിന്നെ നമ്മൾ രണ്ടുപേരും സാറിന്റെ മുഖ്യ ശത്രുക്കളായിട്ട് മാറുന്നു. അല്ല, അതാണല്ലോ അംബികയുടെ ലക്ഷ്യം. എന്ത് ചെയ്യാൻ പറ്റും രാജു? ഇത് പല പ്രാവശ്യമായിട്ട് 3 വട്ടം കഴിച്ച ആർക്കും ഭ്രാന്ത് പിടിക്കും. ഇത് കാട്ടിലുള്ള ഒരു മരത്തിന്റെ കറയിൽ നിന്നെടുത്തതാണ്. ഇത് പാലിൽ കലക്കി മരുമോൾക്ക് കൊടുത്തോളൂ, ഭ്രാന്ത് തുടങ്ങിക്കോളും. നീ ഭ്രാന്ത് പിടിച്ചോടുന്നത് എനിക്കൊന്ന് കാണണം.
ശ്രീ വിട്. ശ്രീ കൈയെടുക്ക് ശ്രീ. കൈ വിട് ശ്രീ. ശ്രീ വിട്. ശ്രീ ശ്രീ കൈയെടുക്ക് ശ്രീ. ശ്രീ കൈയെടുക്ക്. ശ്രീ എന്തായി കാണിക്കുന്നത്? ശ്രീ നിക്ക്. ശ്രീ എന്താ നീ ഇവിടെ ഇരിക്ക്. ശ്രീ നീ ഇവിടെ ഇരിക്ക്. നീ എവിടെ പോവാ? ശ്രീ പറയണ ശ്രീ. ശ്രീ അയ്യോ എന്റെ ചെവിടെ ശ്രീ എനിക്ക് പോണം. മിണ്ടാ നിക്ക് ശ്രീ. നീ എന്തായി കാണിക്കുന്നത്? ശ്രീ 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 അടങ്ങി നിക്ക്. ശ്രീ അമ്മ വയ്ക്കോ. ഇവള് ദുസ്വപ്നം വല്ല കണ്ടായിരിക്കും.